അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഹരീഷ് കണാരൻ മാത്രമായിരിക്കില്ല, വേറെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ഒരാൾ വെറുതെ ഇല്ലാത്തൊരു കള്ളം വിളിച്ച് പറയുന്നു, തുടർച്ചയായിട്ട് പറയുന്ന എല്ലാം കള്ളത്തരമെന്നും ഒക്കെ പറയുമ്പം ഒന്നുകിൽ വ്യക്തിവൈരാഗ്യമായിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്ലേ ആയിരിക്കണം, ഒന്നിൽ കൂടുതൽ ആളുകൾ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? അല്ല, അത് എൻ്റെ മനസ്സിൽ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. എൻ്റെ പിന്നിൽ ആരൊക്കെയോ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ഇയാളുടെ പിന്നിൽ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. ശത്രുവായിരിക്കാം, മിത്രമായിരിക്കാം, ആരെങ്കിലും ആയിരിക്കും. അതിൽ ഇയാളുടെ പിന്നിൽ ആരും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യം. എൻ്റെ ആ സിനിമ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഈ സംഭവമെല്ലാം ഉണ്ടാകുന്നത്. ആ സിനിമ ഇറങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന ആരും ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കാം. അതായത് ഈ ഇക്കൊക്കെ കടം തന്നു കഴിഞ്ഞാൽ തിരിച്ചു തരില്ല എന്നുള്ളൊരു പബ്ലിസിറ്റി വരുത്തുക, എന്നിട്ട് ആ സിനിമയുടെ റിലീസിനെ അത് മാറ്റാം. ഇക്ക തന്നെ പ്രസ് മീറ്റിൽ പറഞ്ഞുകൊണ്ട് പലരും തരാനിരുന്ന പലരും പിന്മാറി. ഇത് ഈ പ്രസ്താവന വന്നതോടുകൂടി എന്നെ ആ പടം ഇറങ്ങാൻ സഹായിക്കാമെന്ന് തീരുമാനിച്ചെന്ന് പലരും പിന്മാറിയിട്ടുണ്ട്. അതിനെ എങ്ങനെ ഓവർകം ചെയ്തു? എന്ന് സിനിമ ഇറങ്ങും? ഞാനിപ്പോൾ മിക്കവാറും നാളത്തെ കഴിഞ്ഞാൽ, ബുധനാഴ്ച കഴിഞ്ഞാൽ ഞാൻ പുതിയ ഡേറ്റ് അനൗൺസ് ചെയ്യും. ആ ഡേറ്റിൽ പടം ഇറങ്ങുകയും ചെയ്യും. അപ്പോഴേക്കും എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഈ തുടർച്ചയായി സിനിമകൾ ചെയ്ത് പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു നിൽക്കുക. ഞാൻ കേട്ടത് ശരിയാണോന്ന് അറിയില്ല, ഉള്ളിൽ നിന്ന് തന്നെ പല ആളുകൾ പറഞ്ഞു കേട്ടുള്ള അറിവുകളാണ്. അപ്പം മറ്റ് കൺട്രോളേഴ്സിന്റെ ഭാഗത്തു നിന്നും ഇക്കയ്ക്ക് മാത്രം കണ്ടിന്യൂസ്ലി പടങ്ങൾ കിട്ടുമ്പോൾ അത്രയും ഒരു ലിമിറ്റ് വെക്കണമെന്നോ അങ്ങനെയുള്ള അതിനുശേഷം പ്രൊജക്ട് ഡിസൈനർ എന്നുള്ള പേര് മാറ്റണമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തെങ്കിലും? അതെ, ഞങ്ങളൊക്കെ തന്നെ എന്നുള്ള യൂണിയനിലും ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊക്കെ തന്നെയാണ് ഇങ്ങനെ എല്ലാവർക്കും വർക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം ആ സമയത്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ആ പ്രൊഡക്ഷൻ കൺട്രോൾ എന്നുള്ള തസ്തികയിൽ ഞാൻ പ്രൊജക്ട് ഡിസൈനറായിട്ട് യൂണിയനിലുള്ള ആൾക്കാരെ വെച്ച് എൻ്റെ കൂടെ നിർത്തി അവരെ കൊണ്ട് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളാക്കി ഇരുത്തി അവരെ കൊണ്ടാണ് ഞാൻ പിന്നീട് പടങ്ങൾ വർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ എൻ്റെ സഹപ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് ഞാൻ തൊഴിൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പടം ചെയ്തേക്കുന്നത്. അല്ലാണ്ട് എല്ലാം ഞാൻ വെട്ടിപ്പിടിക്കാനല്ല നോക്കിയേക്കുന്നത്. ഞാൻ എൻ്റെ തസ്തിക ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലെ മെമ്പേഴ്സിനെ വെച്ചിട്ട് ഓരോ സിനിമയിലും ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, ഒരു എക്സിക്യൂട്ടീവിനെയും 2 മാനേജർമാരെ വെച്ചിട്ടാണ് ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോയത്. എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക എന്നുള്ളൊരു, അതെ, പറ്റുന്ന എന്നെ കൊണ്ടാവുന്ന ആൾക്കാർക്കെല്ലാം ഞാൻ തൊഴിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. ഒരാളുടെ തൊഴിൽ ഞാൻ നിഷേധിച്ചിട്ടില്ല. ഇദ്ദേഹം പറഞ്ഞത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ നിഷേധിച്ചു. അദ്ദേഹം എന്നോട് ലാസ്റ്റ് ആവശ്യപ്പെട്ടത് എനിക്ക് ഏതെങ്കിലും ഒരു സിനിമയിലൊരു വേഷം വാങ്ങിച്ചു തന്നെ ഒന്നാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാനും ചെയ്ത സിനിമ എന്ന് പറയാൻ ശേഷം ചെയ്ത പടം എന്നൊക്കെ പറയുന്നത് ഈ ARM-ഉം ഈ ആശകളായാലും ഒക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഒരു ഗ്യാപ്പ്, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എനിക്കും വലിയ ഗ്യാപ്പാണ് സിനിമയിൽ ഉണ്ടായേക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ 2 സിനിമ എനിക്ക് കിട്ടിയ 2 സിനിമയിൽ അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഭാഷകളായിരം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ എൻ്റെ ഡയറക്ടറും റൈറ്ററും പ്രൊഡ്യൂസറും വേണ്ടാന്ന് തീർത്ത് പറഞ്ഞിട്ടും എൻ്റെ ഒരൊറ്റ നിർബന്ധത്തിനാണ് അദ്ദേഹത്തിനെ അവർ കാസ്റ്റ് ചെയ്യുന്നത്. അവർ ക്യാരക്ടർ പുള്ളിനെ കൊണ്ട് ചെയ്യിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ പുള്ളിയുടെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആയതും സമയപ്പോൾ അഭിനയിക്കേണ്ട സമയപ്പോൾ പുള്ളി ഓസ്ട്രേലിയയിൽ സ്റ്റേജ് പ്രോഗ്രാമിലായിപ്പോയി. അതുകൊണ്ട് പുള്ളിക്ക് ആ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അവിടെ മുതൽ പുള്ളിക്ക് എന്നോട് എന്തൊരു ചെറിയ ദേഷ്യമൊക്കെ തോന്നിയ പോലെയാണ് എനിക്ക് പിന്നീട് മനസ്സിലായിട്ടുള്ളത്. പിന്നീട് കോൺടാക്റ്റുകൾ നിങ്ങൾ തമ്മിൽ സംസാരങ്ങൾ 1-2 പ്രാവശ്യം വിളിച്ചിട്ടൊക്കെയുണ്ട്, അത്രേ ഉള്ളൂ. ഈ അദ്ദേഹം ക്യാഷ് ചോദിച്ച് വിളിച്ചിട്ടേ ഇല്ല ഇതുവരെ? ഞാൻ പറഞ്ഞു, 1 പ്രാവശ്യം ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ഷിപ്പ് എന്നെ കൊണ്ട് നിവൃത്തിയില്ല ഞാൻ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ 2 പടം ഞാനങ്ങനെ ഫ്ലോപ്പായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം വിളിച്ചേക്കുന്നത്. ഞാൻ ഇപ്പം എന്നെ കൊണ്ട് നിവൃത്തിയില്ല, എന്തെങ്കിലും ആയിക്കഴിയുമ്പോൾ ഞാൻ തരാം ഹരീഷ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും അയാളെ പൈസ തിരിച്ച് ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ ചോദിച്ചപ്പോൾ നമ്മൾ കൊടുക്കാനാണ് അത് തീരുമാനിച്ചിട്ടുണ്ടായത്. ഇതിപ്പോ ലീഗലി നീങ്ങുമെന്ന് പറഞ്ഞല്ലോ, ജോലിയുടെ ഒരു പ്രതിഫലം എന്നുള്ള രീതിയിൽ തന്നെയാണോ ഇനി അത് കൺസിഡർ ചെയ്യാൻ വേണ്ടി? ജോലിയുടെ പ്രതിഫലം എന്നുള്ള രീതിയിൽ മാത്രമല്ല, അതിപ്പോൾ കോടതി തീരുമാനിക്കണം. അത് കട മേടിച്ച കാശ് തിരിച്ചു കൊടുക്കണോ അല്ലെങ്കിൽ ജോലി എടുത്ത കാശ് നിങ്ങൾക്ക് വാങ്ങിച്ചോ എന്ന നിയമമാണ് തീരുമാനിക്കേണ്ടത്. അത് ആ വഴിക്ക് അങ്ങോട്ട് പോട്ടെന്ന് വെച്ചാൽ നമുക്ക് അതിനേക്കാൾ ഉപരി നമുക്കുണ്ടായ മാനക്കേടാണ്. അദ്ദേഹത്തിന് ഞാൻ കാശ് കൊടുക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നോട് വിളിച്ച്, അല്ലാതെ സോഷ്യൽ മീഡിയ വന്നിരുന്ന് പറഞ്ഞിട്ടാണോ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തോരം ആൾക്കാർ, ഇപ്പോൾ സിനിമയിൽ തന്നെ എന്തോരം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ട്. കിട്ടാത്തവരെല്ലാം കൂടി വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇദ്ദേഹം തന്നെ ഒരു സിനിമ നിർമ്മിച്ചിട്ട് വെച്ചിട്ട് അതിൽ തന്നെ എന്തോരം പേർക്ക് പൈസ കൊടുക്കാണ്ട് ഇവരെല്ലാം കൂടി ഒന്ന് സോഷ്യൽ മീഡിയ ഒന്ന് പറയണോ? അദ്ദേഹത്തിൻ്റെ ആ നിർമ്മിച്ച സിനിമയിൽ അദ്ദേഹം എന്നെ വിളിച്ച് അഭിനയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സൗഹൃദമുള്ള ആൾക്കാരാണ്. എന്തിനാണ് പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു എടുത്തുചാട്ടം കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഒളിഞ്ഞു തെളിഞ്ഞ് ഇത്രയും കൈവിട്ട് പോകുന്ന പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞത് അറിഞ്ഞു? അത് പറഞ്ഞു പുള്ളി. എനിക്ക് വേണ്ടപ്പെട്ട 1-2 പേരോട് പറഞ്ഞു ഇത്രയും ആകുമെന്ന് പുള്ളി പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു.
ഇനി എന്തായിരിക്കും നേർക്ക് എന്തായാലും ഒരേ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ. എന്തായാലും നേർക്ക് നേരെ ഇനിയും കാണേണ്ട സിറ്റുവേഷൻസ് പല ആവർത്തി വരും. എങ്ങനെയായിരിക്കും പ്രതികരണം ഒരു പക്ഷേ? ഞാൻ അദ്ദേഹത്തെ കണ്ട് എൻ്റെ സൗഹൃദം പഴയത് തന്നെ തുടരും. ഞാൻ പറഞ്ഞല്ലോ, ഇനിയും എനിക്ക് വരുന്ന സിനിമയിൽ അത് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിളിച്ചു കൊടുക്കും. എനിക്ക് അയാളുടെ ദേഷ്യമൊന്നുമില്ല. അയാൾ എന്നെപ്പറ്റി ആരോപണം ഉന്നയിച്ചു, ഞാൻ അതിനുള്ള മറുപടിയും പറഞ്ഞു. ഞാൻ എൻ്റെ നിയമ നടപടിയായിട്ട് ഞാൻ പോവുകയും ചെയ്യും. പക്ഷെ സൗഹൃദത്തിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ശരിക്കും ധർമ്മചേട്ടൻ പറഞ്ഞായിരുന്നു ശരിയെന്ന്. ഒരു ടേബിളിന് ഒരു മുറിയിലിരുന്ന് തീർക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നമ്മളുടെ തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അത് ഇത്രയും വഷളായി അല്ലെങ്കിൽ ആക്കി അത് സിനിമയിൽ ബാധിച്ചു. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിവാദം റേച്ചൽ സിനിമയ്ക്ക് പോസിറ്റീവായിട്ടായിരിക്കും വരുന്നത്. കാരണം ആ സിനിമ റേച്ചൽ എന്നുള്ള പേര് പലയിടത്തും ഉയർന്നു കേൾക്കുകയുണ്ടായിരുന്നല്ലോ. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ആ സിനിമ ഓടുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. ആ സിനിമയിലാണ് എൻ്റെ നിലനിൽപ്പ് നിൽക്കുന്ന മുഴുവൻ. റേച്ചലിലാണ്. അത് സിനിമ മനോഹരമായിട്ട് വന്നിട്ടുമുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. പിന്നെ സിനിമ ഓടണം വേണ്ടത് തീരുമാനിക്കുന്ന പ്രേക്ഷകരാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ താഴെ ഇക്കയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഈ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇത് ബാധകമാണെന്നുള്ള ഓർക്കണം എന്നുള്ള ഇത്. അതിടാനുള്ള ഒരു ചേതവികാരം എന്താണ്? പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ലേ അതിന്റെ താഴെയൊക്കെ ക്യാഷ് കൊടുത്തിട്ട് നീ സംസാരിക്കാന്നുള്ള ടോണാണ് അത് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും, ഇപ്പൊ ഞാൻ എന്ത് പോസ്റ്റ് ചെയ്തു, ഇപ്പൊ ഷാഫിക്കയുടെ ഓർമ്മ ദിവസമാണെന്ന് ഞാൻ അതിട്ടപ്പോൾ അതിനിടയിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, കാശ് കൊടുക്കുക. ഒരാൾ മരിച്ച പോസ്റ്റ് ഇട്ടിട്ട് മരിച്ചതിൻ്റെ പോസ്റ്റ് ഇടുമ്പോൾ അതിനിടയിൽ പോലും ഇതറിയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ ആര് മരിച്ചാലും എന്ത് സംഭവിച്ചാലും സിനിമ മേഖലയിൽ ഏറ്റവും ആദ്യം പോസ്റ്റ് ഇടുന്ന ഞാനായിരിക്കും. ഞാൻ ഇപ്രാവശ്യം നമ്മുടെ ലാൽ സാറിൻ്റെ അമ്മ മരിച്ചിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടില്ല. കാര്യം അത്രയും വലിയൊരു മഹാനടൻ്റെ അമ്മ മരിച്ച പോസ്റ്റ് ഇടുമ്പോൾ അടിയിൽ ആ അമ്മയുടെ അടിയിൽ വന്നിട്ട് ചീത്തയാണല്ലോ, ഈ ഫോട്ടോയുടെ അടിയിൽ ചീത്തയാണല്ലോ പറയണം. അതുകൊണ്ട് ഞാൻ ആ ബഹുമാനം കൊണ്ട് ഞാൻ ആ അമ്മയുടെ പോസ്റ്റ് പോലും ഇട്ടില്ല. അതിന് മുമ്പ് സീനിയേട്ടൻ്റെ പോസ്റ്റ് എന്തൊരു തെറിയ അതിനിടയിലൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ അനുഭവിച്ചാലേ പഠിക്കുള്ളൂ. അതല്ലേ ഞാൻ ഹരീഷ് ആത്മഹത്യ ചെയ്ത ആളെ പറ്റി ആ പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് അതിനിടയിൽ അങ്ങനെ ഒരു കുറിപ്പിടണമെന്ന് തോന്നി. അതിൻ്റെ ഒരു വിഷമം എന്താണെന്ന് പുള്ളിയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇട്ടതാണ്. അനുഭവിക്കണം, അനുഭവിച്ചാലേ ഇതൊക്കെ പഠിക്കുകയുള്ളൂ. എല്ലാവർക്കും പിടിച്ചിരിക്കാൻ പറ്റുന്നവരില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്ത് കളഞ്ഞത്. ഇപ്പം ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും അനുഭവിച്ച വേദന, ആ കുട്ടികൾ മോൻ ഏകദേശം ഡിപ്രഷൻ സൈഡിലോട്ട് വരെ പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പിള്ളേരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഹരീഷ് എന്ത് ചെയ്യുമായിരുന്നു? ഈ കൂടെ പഠിക്കുന്ന പിള്ളേർക്ക് എല്ലാവരും കുഞ്ഞുങ്ങളാണല്ലോ. ഇപ്പം എത്ര പ്രായപൂർത്തിയായെന്ന് പറഞ്ഞാൽ ആ ഒരു ഏജിൻ്റെ മെച്ചൂരിറ്റി അവർ കളിയാക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും കുട്ടികൾ. ഈ മോളുടെ പോസ്റ്റിന് താഴെയൊക്കെയാണ് ഒരുപാട് സൈബർ അറ്റാക്കുകൾ വരുന്നത്. മോളൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവള് ഭയങ്കര ബോൾഡാണ്. അവളതാണ് അന്ന് ഞാൻ പോലും അറിയാതെ അന്ന് അവളാ ലൈവ് പോയത്. എന്ത് പറഞ്ഞത് കണ്ടപ്പോൾ മോളുടെ അടുത്ത് വേണ്ടായിരുന്നു നമുക്ക് ചെയ്യണ്ടായിരുന്നല്ലോ, വെറുതെ അതിൻ്റെ ഇടയിൽ തെറിയല്ലേ വരുള്ളൂ, അത് കുഴപ്പമില്ല ഹാപ്പിയെന്നു. പക്ഷേ മോളുടെ പേജിൻ്റെ ഇടയിൽ വന്ന് നമ്മൾ അറ്റാക്ക് നടത്തിയേക്കുന്നവർക്കെല്ലാം എതിരെ. പക്ഷെ ഞാൻ കൂടുതലും നോക്കുമ്പോൾ എല്ലാം ഫേക്ക് ഐഡിയ. അത് എൻ്റെ അടുത്ത ചോദ്യങ്ങളിൽ തന്നെ അതാണ്. അതെങ്ങനെ ഒരിക്കലും സൈബർ അറ്റാക്ക് ചെയ്തതിനെതിരെ നമ്മൾ ഞാൻ മൊത്തം സാധനം എടുത്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർ ജെന്യുവനല്ലോ, ബാക്കിയെല്ലാം ഫേക്ക് ഐഡിയ. ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് തെറി പറയുന്നതാണ് കാണുന്നത് മുഴുവൻ. ഒരു ഫോളോവർ 2 ഫോളോവർ പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കി, ഒരു ഐഡിയ ഉണ്ടാക്കി അതിനകത്തുനിന്ന് തട്ടിവിട്ടേക്കാണ്. ഇതെന്തോ കൂലിക്ക് ആളെ ഇരുത്തി ചെയ്യിക്കുന്നതാണ്. ആരെന്നുള്ള സാധനം ഞാനിപ്പോൾ എനിക്കറിയില്ല. ഇതിൻ്റെ പിന്നിൽ വൻ കളിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യം ഇതിന് പിന്നിൽ ഒരു വൻ ഗൂഢാലോചന എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന തെറി മുഴുവൻ ഇന്നടി വന്നുകൊണ്ടിരിക്കുന്നത്. ആരെയും അല്ലെങ്കിൽ ജെനുവിൻ ഐ ഡിയിൽ നിന്ന് വരട്ടെ. ജെനുവിൻ ഐ ഡിയിൽ നിന്ന് ഒരാളുടെ ഐ ഡിയിൽ നിന്നും വന്നിട്ടില്ല. ഈ തെറി മുഴുവൻ വരുന്നതും ഈ ചീത്ത പറയുന്നതെല്ലാം ഫേക്ക് ഐ ഡികളാണ്.